ഈശോയ്ക്ക് സ്തുതിയുണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഈ ദിവസങ്ങളിൽ നമ്മിൽ പലരും കൂടുതലായി പ്രാർത്ഥിക്കാനും ധ്യാനിക്കാനുമൊക്കെയുള്ള സമയം കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവം നിങ്ങളിൽ ഒരുപാട് കൃപ വർഷിച്ചിട്ടുണ്ട്. ആ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനുള്ള ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഈ ടോക്ക് പോലും കേൾക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കാരണം ഓരോ വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും പ്രതീക്ഷകളും സ്വപ്നങ്ങളുമൊക്കെയുണ്ട്. ആ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമൊക്കെയാണ് ജീവിക്കുവാനായിട്ട് അവരെ അനുവദിക്കുക. ഈ ദിവസങ്ങളിൽ തീർത്ഥാടനത്തിന് വേണ്ടി പോകുന്ന വ്യക്തികൾ ധാരാളമാണ്. അങ്ങനെയുള്ള പലരെയും അടുത്ത് പരിചയപ്പെടുവാനായിട്ട് ഇടയായിട്ടുണ്ട്. മലയാറ്റൂർ മലയിലേക്ക് ധാരാളം വ്യക്തികൾ ഈ വലിയ നോമ്പിൻ്റെ കാലഘട്ടങ്ങളിൽ പ്രാർത്ഥനയോടെ സംഘം ചേർന്ന് കുരിശിൻ്റെ വഴിയൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ച് വലിയ കുരിശൊക്കെ എടുത്ത് ആ മല കയറിയിറങ്ങുന്ന വ്യക്തികളെ ഞാൻ കാണാറുണ്ട്. വലിയ ത്യാഗമാണ്. കാരണം ജീവിതത്തിൽ അനുഗ്രഹങ്ങളും നന്മകളുമൊക്കെ ദൈവം നൽകിയിട്ടുണ്ട്. അതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് വർഷാവർഷം ഒരു മുടക്കവും സംഭവിക്കാതെ മലകൾ കയറിയിറങ്ങുന്ന വ്യക്തികൾ ധാരാളമാണ്. ഇനി മറുവശത്ത് വ്യക്തിപരമായ പ്രാർത്ഥനകൾ, കുടുംബത്തിൻ്റെ നിയോഗങ്ങൾ, മക്കളുടെ രോഗം മാറാനായിട്ട്, കുടുംബത്തിൽ ഉള്ള എല്ലാവരും സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി ഈ തീർത്ഥാടനത്തിന് പോകുന്നവരും ധാരാളമാണ്. എന്നാൽ ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പലതരത്തിലുള്ള ആധിപത്യങ്ങളിൽ നിന്ന് മോചനം ആവശ്യമാണ്. ഈ വലിയ നോമ്പിൻ്റെ കാലഘട്ടങ്ങളിൽ നന്നായിട്ട് പ്രാർത്ഥിച്ചു ഒരുങ്ങി അവസാനം വലിയ കുരിശും വഹിച്ചുകൊണ്ട് ഇങ്ങനെ മല കയറി ഇറങ്ങുകയാണ് ചെയ്യുന്നത്. കാണുമ്പോൾ സങ്കടം തോന്നും. എന്തുകൊണ്ടാണ്? ജീവിതത്തിൽ രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുള്ള വ്യക്തികൾ ധാരാളമാണ് പ്രിയപ്പെട്ടവരെ. അടിമത്തങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളെ അടുത്തറിയുവാനും അവരുമായിട്ട് സംസാരിക്കുവാനും ഒക്കെയുള്ള ഒരു അവസരം ദൈവം നൽകിയിട്ടുണ്ട്. പല വ്യക്തികളും ഒരേ സ്വരത്തിൽ പറയുന്ന ആഗ്രഹം ഇതാണ്: രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ സാധിക്കുന്നില്ല. വലിയ ത്യാഗപ്രവൃത്തികൾ ചെയ്യുന്നവരുണ്ട്. അതോടൊപ്പം തന്നെ ട്രീറ്റ്മെൻറ്റിലൂടെ കടന്നു പോകുന്ന വ്യക്തികളുമൊക്കെയുണ്ട്. എല്ലാം കഴിഞ്ഞതിന് ശേഷവും അവർ പറയുന്ന ഒരേ ഒരു കാര്യമുണ്ട്: തീരുമാനങ്ങളൊക്കെ ശക്തമായിട്ട് തന്നെ എടുത്തു, ഇനി അച്ഛോ ഒന്ന് പ്രാർത്ഥിക്കണം, പ്രത്യേകിച്ച് വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന നിമിഷങ്ങളിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, അല്ലെങ്കിൽ കൈവിട്ടു പോകും. മക്കളെക്കുറിച്ച് ഓർക്കുമ്പം, ജീവിത പങ്കാളിയെക്കുറിച്ച് ഓർക്കുമ്പം, പ്രിയപ്പെട്ട മാതാപിതാക്കളെക്കുറിച്ച് ഓർക്കുമ്പം ഭയങ്കര വിഷമമാണ്, വേദനയാണ്. ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് യാചിച്ച് പറയുന്ന വ്യക്തികൾ ധാരാളമാണ്. സ്നേഹമുള്ളവരെ, എന്നെ കേൾക്കുന്ന നിങ്ങളിൽ ആരെങ്കിലും ഇതുപോലെയുള്ള അവസരങ്ങളിലൂടെയോ വേദനകളിലൂടെയാണോ കടന്നു പോകുന്നതെങ്കിൽ ഒരു നിമിഷം ഞാൻ നിങ്ങളെ ഓർക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഈ ടോക്ക് കേൾക്കുന്ന സമയത്ത് തന്നെ വലിയൊരു ഡെലിവറൻസ് നിങ്ങൾക്ക് ദൈവം നൽകുകയാണ്. നിങ്ങൾ ഹൃദയത്തിൽ വിശ്വസിക്കണം. കാരണം തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുവാനുള്ള ശക്തിയും കൂടെ ദൈവം നമുക്ക് നൽകുകയാണ് ചെയ്യുന്നത്. തീരുമാനമെന്ന് പറയുന്നത് അത്ര പെട്ടെന്ന് എടുക്കാൻ സാധിക്കുന്നൊരു കാര്യമല്ല. കാരണം ഓരോ തീരുമാനത്തിനു മുൻപിലും കുറേ കണക്കുകൂട്ടലുകളുണ്ട്. നമുക്കൊക്കെ ചില കാര്യങ്ങൾ, ചില നൈമിഷിക സുഖങ്ങളൊക്കെ ഉപേക്ഷിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാൽ വർഷങ്ങളായിട്ട് അടിമപ്പെട്ടു പോയ തഴക്കദോഷങ്ങളാണെങ്കിൽ, അത് പ്രദാനം ചെയ്യുന്ന നൈമിഷിക സുഖങ്ങളാണെങ്കിൽ പെട്ടെന്ന് അതിനെ മാറ്റിയെടുക്കാനായിട്ട് മാനുഷികമായിട്ട് ബുദ്ധിമുട്ടാണ്. കാരണം നമ്മുടെ തലച്ചോറിൽ നമ്മൾക്ക് സന്തോഷം പ്രദാനം ചെയ്യുന്ന ഡോപ്പമിൻ അതിങ്ങനെ അളവ് കൂടുന്നതനുസരിച്ച് നമുക്ക് ഒത്തിരി സന്തോഷം പ്രദാനം ചെയ്യും. ഇനി ഇതിനേക്കാളൊക്കെ വലിയൊരു സന്തോഷം ലഭിച്ചു കഴിഞ്ഞെങ്കിൽ മാത്രമേ ഇതിനെ ഒന്ന് ഓവർകം ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതാണ് ഇതിൻ്റെ ശാസ്ത്രീയമായ വശം. ഇനി നമ്മുടെ ചുറ്റും ഒരുപാട് കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. അതും ഇതും വെച്ച്
തുലനം ചെയ്യും. അങ്ങനെ തുലനം ചെയ്യുമ്പം രക്ഷപ്പെടുവാനായിട്ട് നമ്മൾ കുറേ കണക്ക് കൂട്ടലുകളൊക്കെ നടത്തുന്നുണ്ട്, ആഗ്രഹവുമുണ്ട്. പക്ഷേ പലപ്പോഴും സാധിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഈ അവസരങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയുണ്ട്. ഒരു വചനമാണ്, നിങ്ങൾക്കറിയാവുന്ന വചനം. സങ്കീർത്തനത്തിൻ്റെ പുസ്തകത്തിലെ 19-ാമത്തെ അധ്യായത്തിലെ 13-ാമത്തെ വചനം. വലിയ അടിമത്തങ്ങളിലൂടെ, വ്യതയിലൂടെ നിങ്ങളോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോ കടന്നു പോവുകയാണെങ്കിൽ ഈ വചനം ചൊല്ലി നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ വലിയ വിടുതലാണ് ലഭിക്കുന്നത്. ആ വചനം ഇപ്രകാരമാണ്: ദൈവമേ, അവ എന്നിൽ ആധിപത്യം പുലർത്താതിരിക്കട്ടെ. അവ എന്നിൽ ആധിപത്യം പുലർത്താതിരിക്കട്ടെ. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ വലിയ അത്ഭുതങ്ങൾ, വിടുതൽ ലഭിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. സ്നേഹമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥനകളെ ദൈവിക സന്നിധിയിലേക്ക് കൊടുക്കാം. അതോടൊപ്പം തന്നെ ആഗ്രഹങ്ങൾ ശക്തമാക്കാം. വലിയ ആഗ്രഹമുണ്ട്, വലിയ പ്രതീക്ഷയുണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് എവിടെയും എത്തുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ആഗ്രഹം ഉണ്ടാവണം, പ്രതീക്ഷ ഉണ്ടാവണം. ഈ ആഗ്രഹവും പ്രതീക്ഷയും ഒക്കെ പരിശുദ്ധാത്മാവാണ് നമുക്ക് നൽകുന്നത്. ഇനി ആ നൽകപ്പെട്ട ആഗ്രഹത്തിനനുസരിച്ച്, പ്രതീക്ഷയ്ക്കനുസരിച്ച് ഉയരുവാനുള്ള ശക്തി ദൈവം നമുക്ക് നൽകും. പ്രത്യേകിച്ച് കുടുംബത്തിലുള്ളവരെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പ്രാർത്ഥിക്കുമ്പം ഒരാളുടെ നന്മയും കുറവും ഒക്കെ അറിയാലോ. ആ കുറവുകളൊക്കെ ദൈവമേ മാറ്റണമേ എന്ന് ഓർത്ത് പ്രാർത്ഥിക്കുമ്പം വലിയ വിടുതൽ ലഭിക്കുമെന്നുള്ളത് ഉറപ്പാണ്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊറിന്തോസ്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനത്തിലെ 6-ാമത്തെ അധ്യായത്തിലെ 12-ാമത്തെ വചനം പറയുന്നത് ഇപ്രകാരമാണ്: ഒന്നും എന്നെ അടിമപ്പെടുത്തുവാൻ ഞാൻ സമ്മതിക്കുകയില്ല. സ്നേഹമുള്ളവരെ, തീരുമാനം ഇതായിരിക്കണം. പ്രത്യേകിച്ച് ഈ നോമ്പിൻ്റെ കാലഘട്ടങ്ങളിൽ ഈശോയുടെ പീഡാസഹനങ്ങളെക്കുറിച്ചൊക്കെ ധ്യാനിക്കുന്ന ഈ അവസരങ്ങളിൽ തീരുമാനം ഇതാണ്: ഒന്നിനും എന്നെ അടിമപ്പെടുത്തുവാൻ സാധിക്കുകയില്ല. ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്, യാചിക്കുകയാണ്, ഒന്നും എന്നെ അടിമപ്പെടുത്താതിരിക്കട്ടെ. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഏത് അടിമത്തങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്? അങ്ങനെ പോകുന്നില്ല എങ്കിൽ ദൈവമേ, എനിക്ക് അങ്ങയോട് ചേർന്ന് ജീവിക്കുവാൻ സാധിക്കുന്നു, നന്ദി പറയുന്നു. എന്നാൽ അടിമത്തങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ ദൈവമേ, ആഗ്രഹമുണ്ട്. വീട്ടിലുള്ളവർക്ക് പോലും ഞാൻ ഒരു വിഷമത്തിൻ്റെ കാരണങ്ങൾ, ഒരു വലിയ പ്രതികൂല സാഹചര്യങ്ങളൊക്കെ പ്രദാനം ചെയ്താണ് ഞാൻ ജീവിക്കുന്നത്. എൻ്റെ സാന്നിധ്യം പോലും ചിലപ്പോൾ ഇല്ലായിരുന്നുവെങ്കിലെന്ന് എൻ്റെ കൂടെയുള്ള വ്യക്തികളൊക്കെ ആഗ്രഹിക്കാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. അത്രമാത്രം അവരുടെ മനസ്സിടിഞ്ഞുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. തീരുമാനമെടുക്കണം. കാരണം ഏത് അവസ്ഥയിലൂടെ പോയാലും ഞാനും നിങ്ങളും ദൈവത്തിന് പ്രിയപ്പെട്ടവരാണ്. തിരിച്ചു വരുവാനുള്ള ഒരു മനസ്സ് കാണിച്ചാൽ മതി, അത് മാത്രം മതി. എനിക്ക് ഒരു സഹോദരനെ അറിയാം. വലിയ ആഗ്രഹത്തോടുകൂടെ കുടുംബ ജീവിതത്തിലേക്കൊക്കെ പ്രവേശിച്ചു. വർഷങ്ങളോളം, ഏകദേശം 13-14 വർഷം അദ്ദേഹം ഒരുമിച്ച് ജീവിച്ചു, ജീവിത പങ്കാളിയോടും മക്കളോടുമൊപ്പം. പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ആകസ്മികമായി പല കാര്യങ്ങളും ഉണ്ടായി. അദ്ദേഹം പങ്കുവച്ചത് ഇപ്രകാരമാണ്: ആദ്യ നാളുകളിലൊക്കെ അടിമത്തങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ മക്കൾക്ക് വേണ്ടി, ജീവിത പങ്കാളിക്ക് വേണ്ടി കഷ്ടപ്പെടണം. അങ്ങനെ കഷ്ടപ്പെട്ട് ഈ അടിമത്വം ഉണ്ടായിരുന്നു, അതും വഹിച്ചുകൊണ്ട് ഇങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. പിന്നെ കുറേ കഴിഞ്ഞപ്പം ആരോഗ്യമൊക്കെ ക്ഷയിക്കുന്നത് പോലെയൊക്കെ തോന്നി. മക്കളൊക്കെ പതുക്കെ പതുക്കെ അപ്പനില്ലെങ്കിലും മുമ്പോട്ട് പോകാൻ പറ്റുമെന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. പിന്നെ ജീവിത പങ്കാളിയിൽ നിന്നും മക്കളിൽ നിന്നുമൊക്കെ അവഗണന, റിജക്ഷൻ വന്നു കഴിഞ്ഞപ്പം ഇവർക്കൊന്നും എന്നെ വേണ്ടല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം വലിയ വേദനയിലൂടെ കടന്നുപോയി. വീണ്ടും പഴയ ആധിപത്യങ്ങളിലേക്ക് ശക്തമായിട്ട് പോവുകയാണ് ചെയ്യുന്നത്. ശക്തമായി പഴയ ആധിപത്യങ്ങളിലേക്ക് അദ്ദേഹം തിരിച്ചുപോയി. ഒന്നിനും രക്ഷപ്പെടുത്താൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു ആധിപത്യം. അങ്ങനെ വന്നപ്പം ഒരു സ്ഥാപനത്തിലേക്ക് ഇദ്ദേഹത്തിൻ്റെ കുടുംബക്കാരെ കൊണ്ടാക്കുകയാണ് ചെയ്തത്. ഇങ്ങനെ 2-3 വർഷങ്ങൾ കഴിഞ്ഞുപോയി. പ്രാർത്ഥനയിലൂടെ കടന്നുപോയി, ദൈവിക സംവിധാനങ്ങളായ ട്രീറ്റ്മെൻറ്റിലൂടെയൊക്കെ കടന്നുപോയി. ആദ്യത്തെ വർഷങ്ങളിലൊക്കെ വീട്ടിൽ നിന്നും ആരെങ്കിലുമൊക്കെ വരുമായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പം
ഇദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ പോലും വീട്ടിലുള്ള വ്യക്തികൾക്ക് ഇല്ലാതായി. ആരും വരാത്ത അവസ്ഥയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം. ഒരു ചെറിയൊരു ജോലിയൊക്കെ ചെയ്ത് ആ സ്ഥാപനത്തിന് അദ്ദേഹം ജീവിക്കുവാനായിട്ട് ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. വർഷത്തിലൊന്ന് വീട്ടിലേക്ക് പോകുവാനായിട്ടൊക്കെ ആഗ്രഹിക്കും. പക്ഷേ ആ വീടിന് അടുക്കിലേക്ക് ചെല്ലുമ്പോൾ പഴയ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് ഓർമ്മ വരും. കുറച്ച് ദിവസമൊക്കെ പിടിച്ചു നിൽക്കാനായിട്ട് നോക്കും വീട്ടുകാരുടെ കൂടെ, പറ്റില്ല. പിന്നെ വീണ്ടും അടിമത്തങ്ങളിലേക്ക് പോകുന്നു. അവസാനം ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ പഴയ സ്ഥലത്തേക്ക് ഇദ്ദേഹത്തെ കൊണ്ടാക്കുന്ന സ്ഥിതിവിശേഷം. അങ്ങനെ വന്നു കഴിയുമ്പം കുറേ വർഷങ്ങൾ കഴിഞ്ഞു. പിന്നെ ഇദ്ദേഹത്തെ ആ സ്ഥാപനത്തിൽ നിന്നും അദ്ദേഹത്തെ വീട്ടിലേക്ക് വിടുന്നില്ലാത്തൊരവസ്ഥയിലേക്ക് വന്നു. കാരണം തിരിച്ചു വന്നു കഴിയുമ്പം പോയ അതേ ഷേപ്പിലല്ല തിരിച്ചു വരുന്നത്. വീട്ടുകാർ പറഞ്ഞു, അങ്ങോട്ട് വിട്ടേക്കുകയേ ചെയ്യരുതേ, ഒരു ഭാരമാകട്ടോ, വിട്ടേക്കരുത്, ഞങ്ങൾ വേണമെങ്കിൽ വന്ന് കണ്ടുകൊള്ളാം എന്ന്. പ്രിയപ്പെട്ടവരെ, ഒത്തിരി വ്യക്തികളുണ്ട് ഇതുപോലുള്ള വ്യക്തികൾ, കുടുംബങ്ങൾ. വീട്ടുകാർക്ക് ഇദ്ദേഹത്തെ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല, പക്ഷേ വലിയ ആധിപത്യങ്ങളിലേക്ക് അദ്ദേഹം പോയി അദ്ദേഹം ആയിരിക്കുന്ന അവസ്ഥയെ അംഗീകരിക്കാനായിട്ട് സാധിക്കുന്നില്ല. വീട്ടിലേക്ക് ചെല്ലുമ്പം അവിടുത്തെ സമാധാനം മുഴുവൻ തകർത്ത് കളയുന്ന ഒരു അവസ്ഥ. ഈ സഹോദരനും ഇതിനെ തരണം ചെയ്യണമെന്ന ആഗ്രഹമുണ്ട്, പക്ഷേ സാധിക്കുന്നില്ല. ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതുപോലുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുന്ന വ്യക്തികളും കുടുംബങ്ങളും ധാരാളമാണ്. വചനം പറയുന്നത് ഇപ്രകാരമാണ്. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായത്തിലെ 12-ാമത്തെ വചനം. ജീവിതത്തിലെ തെറ്റുകൾ കൊണ്ട് മരണത്തെ ക്ഷണിച്ച് വരുത്തരുത്, സ്വന്തം നാശത്തെയും എന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ തെറ്റുകൾ നമുക്കറിയാം. എവിടെയാ കുറവുകളുള്ളത്, പോരായ്മകളുള്ളതെന്ന് കൃത്യമായിട്ട് അറിയാം. സംഭവിക്കുന്നത് അതിനെ തരണം ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇനി ത്യാഗപ്രവൃത്തികളിലൂടെയൊക്കെ കുറേ ദിവസം പിടിച്ചു നിൽക്കുവാനായിട്ട്, ആധിപത്യങ്ങളിൽ നിന്ന് പിടിച്ചു നിൽക്കുവാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ സാധിക്കുന്നില്ല. സ്നേഹമുള്ളവരെ, നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ ഒത്തിരി കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഈ ഭൂമിയെ ലക്ഷ്യമാക്കി വരുന്ന ഉൽക്കകളൊക്കെ ധാരാളമാണ്. ഈ ഉൽക്കകൾ ഇങ്ങനെ ഭൂമിയെ ലക്ഷ്യമാക്കി വന്നു കഴിയുമ്പം അത് ഭൂമിയെ വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ വലിയ നാശനഷ്ടങ്ങളുണ്ടാവും. അതുകൊണ്ട് ഈ നാസയിലെ ശാസ്ത്രജ്ഞന്മാർ വർഷങ്ങൾക്ക് മുൻപേ ഭൂമിയെ ലക്ഷ്യം വെച്ച് വരുന്ന ഉൽക്കകൾ കണ്ടുപിടിക്കുകയും അതിൻ്റെ ഭ്രമണപഥം മാറ്റി അതിനെ അയക്കുകയും ചെയ്യും. ശാസ്ത്രം അത്രമാത്രം വളർന്നു, അത്രമാത്രം കഴിവുണ്ട് മനുഷ്യന്. എന്നാൽ നമുക്ക് നമ്മുടെ നിയന്ത്രണം ഏറ്റെടുക്കാൻ പറ്റുന്നുണ്ടോ? അതാണ് ഏറ്റവും വലിയ ചോദ്യം. എല്ലാ കാര്യങ്ങളും അറിയാം, പക്ഷേ നമുക്ക് നമ്മുടെ നിയന്ത്രണം ഏറ്റെടുക്കാൻ സാധിക്കുന്നുണ്ടോ? മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊക്കെ രക്ഷപ്പെടുവാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഒന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ, ദൈവിക സംവിധാനങ്ങളോട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ ഗതിവിഗതി മാറിയ ജീവിതത്തെ തിരിച്ചു പിടിക്കാനായിട്ട് സാധിക്കും. പല കുടുംബങ്ങളിലും പലരെയും എഴുതിത്തള്ളിയിട്ടുണ്ട്. ഈ എഴുതിത്തള്ളിയ വ്യക്തികളൊക്കെ കുറേ പേരൊക്കെ ആരുമില്ല എന്ന വേദനയോടെ അങ്ങനെ ജീവിതം കഴിച്ചുകൂട്ടി ജീവിതം അവസാനിപ്പിച്ചവരുണ്ട്. എന്നാൽ എഴുതിത്തള്ളിയപ്പോൾ പോലും ആ എഴുതി തള്ളപ്പെട്ട വ്യക്തികൾ മനസ്സിലാക്കി, എൻ്റെ കുറവ് മൂലമാണല്ലോ, എൻ്റെ അടിമത്തം മൂലമാണല്ലോ എന്നെ എഴുതിത്തള്ളിയത്. തീരുമാനങ്ങളെടുത്തു. പ്രത്യേകിച്ച് ദൈവിക സംവിധാനങ്ങളോട് ചേർന്ന് നിന്ന് തീരുമാനമെടുത്തു. ഇനിയും ഞാനൊരു കാര്യം ചെയ്യും. കഴിഞ്ഞ കാലങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു. എൻ്റെ സാന്നിധ്യം പോലും, എൻ്റെ സ്വരം പോലും എൻ്റെ കുടുംബത്തിലുള്ള വ്യക്തികൾ ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ ശിഷ്ടകാല ജീവിതം ഞാൻ അവർക്ക് സന്തോഷം കൊടുത്തുകൊണ്ട് ജീവിക്കും. അങ്ങനെ മുമ്പോട്ട് പോകുന്ന അവസ്ഥ. എനിക്കറിയാം ഒരു ഗ്രാൻഡ്മയെ, 9 മക്കളുള്ള ഗ്രാൻഡ്മ. ആ അമ്മയെ സംബന്ധിച്ചിടത്തോളം
സ്നേഹനിധിയായിരുന്നു അമ്മ. വാത്സല്യങ്ങളൊക്കെ മക്കൾക്ക് കോരിക്കൊടുക്കുമായിരുന്നു. എന്നാൽ ചെറിയൊരു പ്രയാസം ഈ അമ്മയ്ക്കുണ്ടായിരുന്നു. അതായത് വിട്ടുകൊടുക്കാൻ പറ്റാത്ത അവസ്ഥ, പൂർണ്ണമായിട്ടും വിട്ടുകൊടുക്കാനായിട്ട് അത് പറ്റാത്ത അവസ്ഥ. അതുകൊണ്ട് ഈ അമ്മ വളരെയധികം ക്ലേശിക്കേണ്ടി വന്നു. ഓരോ മക്കളുടെയും അടുക്കൽ പോയി താമസിക്കേണ്ടി വന്നു. ആദ്യത്തെയാളുടെ വീട്ടിൽ 2-3 മാസം ചെലവഴിക്കും. പിന്നെ വഴക്കുണ്ടാക്കി തന്നെ മറ്റു മക്കളുടെ വീട്ടിലേക്ക് പോകും. അങ്ങനെ മാറി 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 പോയിക്കൊണ്ടിരുന്നു. ഇനി ഈ അമ്മ അധികം കാരുണ്യം കാണിക്കാത്ത, സ്നേഹം കാണിക്കാത്ത ഒരു മകനുണ്ടായിരുന്നു. ആ മകനെ അമ്മയ്ക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. പക്ഷേ ഈ അമ്മയുടെ അവസ്ഥയല്ല ഈ മകൻ കണ്ടെത്തുക ചെയ്യുന്നത്. അമ്മേനെ തിരസ്കരിക്കുന്നു, ഒരു പട്ടിയെപ്പോലെ ചിലപ്പോഴൊക്കെ ഇറക്കി വിടുന്ന ചിത്രങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം ഈ മകൻ കണ്ടു. ഈ മകൻ ഈ അമ്മയെ കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അങ്ങനെ വന്നതിന് ശേഷം കുറച്ചു നാളുകൾ നിന്ന് കഴിഞ്ഞപ്പോൾ അമ്മയുടെ ആ പഴയ സ്വഭാവം അവിടെയും എടുക്കാൻ തുടങ്ങി. പക്ഷേ ഈ മകൻ എന്ത് ചെയ്യുന്നറിയാമോ? അമ്മയുടെ ജീവിതവും അമ്മയുടെ സ്വഭാവ സവിശേഷതയൊക്കെ ഈ മകന് നന്നായിട്ട് അറിയാമായിരുന്നു. പ്രത്യേകിച്ച് ആദ്യകാലങ്ങളിൽ ഈ അമ്മ കഷ്ടപ്പെട്ടതിനെ കുറിച്ചൊക്കെ ഈ മകൻ നന്നായിട്ട് ആലോചിച്ചു. അങ്ങനെ ആലോചിച്ചപ്പം ഒന്നും പറയുവാനായിട്ട് തോന്നിയിട്ടില്ല ഈ അമ്മയോട്, ഒരു വാക്കുപോലും. ആ അമ്മയുടെ ജീവിതാവസാനം വരെ സ്നേഹത്തോടെ ആ കുടുംബം ശുശ്രൂഷിച്ചു. എല്ലാവർക്കും ഭയങ്കര അത്ഭുതമായി. കാരണം എന്താ? വലിയ സ്നേഹമൊന്നും കൊടുക്കാത്ത ഈ മകൻ എങ്ങനെ ഈ അമ്മയെ അഡ്ജസ്റ്റ് ചെയ്തു? പ്രിയപ്പെട്ടവരെ, മനസ്സിലാക്കാനുള്ള ഒരു കൃപ ദൈവം കൊടുത്തിരുന്നു. പിന്നെ കുറെ കഴിഞ്ഞപ്പം ഈ അമ്മയ്ക്ക് കുറവുകൾ മനസ്സിലായി. കാരണം എന്താ? നമ്മുടെ മനസ്സ് പറയുന്നത് പോലെ ശരീരം പ്രതികരിക്കാത്ത അവസ്ഥയിലേക്ക് വന്നു. ആ അമ്മയ്ക്ക് തിരിച്ചറിവുണ്ടായി. പിന്നെ ഈ മകനോടും കുടുംബാംഗങ്ങളോടും ഒരുമിച്ച് ജീവിക്കുവാനായിട്ട് തീരുമാനമെടുത്തു. സ്നേഹമുള്ളവരെ, ചിലപ്പോൾ ചില ജീവിത അവസ്ഥകൾ, സാഹചര്യങ്ങളായിരിക്കാം ചില തഴക്ക് ദോഷങ്ങളിൽ നിന്നൊക്കെ മോചനം നമുക്ക് നൽകുന്നത്. എന്നാൽ നമ്മുടെയൊക്കെ നല്ല കാലത്ത് തന്നെ നമ്മുടെ സാന്നിധ്യം നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് അനുഗ്രഹമായെങ്കിൽ അത് വളരെ വലുതാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് കുറച്ചു നാളുകൾ മാത്രമേ ഈ ഭൂമിയിൽ ജീവിച്ചുള്ളെങ്കിലും നല്ല ഓർമ്മകൾ കൊടുത്തുകൊണ്ട് നമുക്ക് യാത്രയാകുവാനായിട്ട് സാധിക്കണം. ഒരു മിന്നാമിനുങ്ങിന് ചെറിയൊരു പ്രകാശമല്ലേ നൽകാനായിട്ട് പറ്റുള്ളൂ. കൂരിരുട്ടില് ആ പ്രകാശം അത് വലുതാണ്. അതുപോലെ കൂരിരുട്ടില് ചെറിയൊരു പ്രകാശം കൊടുക്കാനായിരിക്കാം ദൈവം നമ്മെ ഈ ലോകത്തിലേക്ക് അയച്ചത്. അപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയൊന്ന് അംഗീകരിക്കാം. ഈ ദിവസങ്ങളിൽ നമുക്കൊരു തീരുമാനമെടുക്കാം. എൻ്റെ പ്രിയപ്പെട്ടവർക്ക്, എൻ്റെ കുടുംബത്തിലുള്ളവർക്ക് ഒരു വേദനയും ദുഃഖവും ഞാൻ ഉണ്ടാക്കില്ല. എൻ്റെ സാന്നിധ്യം എപ്പോഴും അവർക്ക് സന്തോഷമായിരിക്കുവാനായിട്ട് ഞാൻ ശ്രമിക്കും. എത്ര മാരകമേറിയ അടിമത്തങ്ങളിലൂടെയാണ് ഞാൻ പോകുന്നതെങ്കിലും കരകയറുവാൻ ഈ ദിവസങ്ങളിൽ ഞാൻ പ്രത്യേകമായിട്ട് ശ്രമിക്കും. പ്രിയപ്പെട്ടവരെ, വചനം ഓർക്കുക. ജീവിതത്തിലെ തെറ്റുകൾ കൊണ്ട് മരണത്തെ ക്ഷണിച്ച് വരുത്തരുത്, സ്വന്തം നാശത്തെയും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയെയും, കുടുംബങ്ങളെ സമർപ്പിക്കുകയാണ്. ആഗ്രഹമുണ്ട് കരകയറുവാൻ, പലപ്പോഴും സാധിക്കുന്നില്ല. നാഥ, അങ്ങ് ശക്തിപ്പെടുത്തണമേ. സാന്നിധ്യം എപ്പോഴും അനുഗ്രഹമാകുവാൻ, സന്തോഷമാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ.